പോലെയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും ഇൻവൈറ്റ് ചെയ്തത്. സീക്രട്ട് ഒരു ഷോ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും, റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഇതിൻ്റെ ആൾക്കാരുടെ റിയാക്ഷൻസ് ഒക്കെ. ഒരുപാട് ഷോ നാട്ടിൽ ഉണ്ടായിട്ടില്ല. അപ്പം കൊച്ചിയിൽ ഫസ്റ്റ് ടൈമാണ് ഈ ഷോ വരുന്നത്. നിങ്ങളുടെ ഭാഗത്ത് ചോദിക്കാട്ടോ, നിങ്ങൾക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ. എറണാകുളത്ത് എവിടെയാണ് ഷോ? എറണാകുളത്ത് JT പാക്ക് തിയേറ്റർ, തൃപ്പൂണിത്തുറയുള്ള ചോയ്സ് സ്കൂളിൻ്റെ JT പാക്ക് തിയേറ്ററിൽ വെച്ചിട്ടാണ്. അത് ഓഗസ്റ്റ് 2-ാം തീയതി രാവിലെ ഉച്ചയ്ക്ക് 2:30-ക്ക് രാത്രി 8 മണിക്കാണ് ഷോ. 2 ഷോ ആണ്. നോർമലി നമ്മൾ വലിയ മാജിക് ഷോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പം മെന്റലിസത്തിന്റെ താങ്കളുടെ റീൽസുകൾ കാണുമ്പോഴാണ് ഇത്രത്തോളം ഇത് അഡ്വാൻസ്ഡ് ആണ്, അല്ലെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് താങ്കളുടെ ഷോ കാണുമ്പോൾ മനസ്സിലായി. ഇത് ഇങ്ങനെ ഒരു ഷോ ആക്കി മാറ്റാം എന്നുള്ള ആ ഒരു ഇൻസ്പിറേഷൻ എന്തായിരുന്നു? സിനിമകളാണ്. എനിക്ക് സിനിമയോട് ഭയങ്കര ഇഷ്ടമായിരുന്നു കുഞ്ഞുനാൾ പോലെ. അപ്പോൾ ഈ സിനിമ കണ്ടിട്ടുള്ള ഇൻസ്പിറേഷൻസ് കാരണം ഒരു ആൾക്കാർക്ക് ഒരു സ്റ്റേജിൽ ഒരു സിനിമ കാണുന്ന പോലെ ഫീൽ ചെയ്യുന്ന എന്തെങ്കിലും ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യണം, ഒരു മാജിക് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. ഒരു ടിപ്പിക്കൽ മെന്റലിസം ഷോയിൽ നിന്ന് മാറി ആൾക്കാർക്ക് ബിയോണ്ട് ദിസ് മെന്റലിസം മാജിക്കിന്റെ എലമെന്റ്സ് ഒക്കെ ഇതിനകത്തുണ്ട്, പക്ഷേ ഒരു സോൾഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ള ഇന്റൻഷനിൽ തുടങ്ങിയതാണ്. എന്താണ് സീക്രട്ടിന്റെ മോട്ടോ? ടൈറ്റിൽ ഇങ്ങനെയാണ്, എ ഷോ ഫ്രോം ദ ഹാർട്ട്. ഹൃദയം ഒരു ഷോ. നിങ്ങൾ വരുന്ന സമയത്ത് എനിക്കറിയാം പലരും പല പല ഇമോഷൻസിൽ കൂടെ കടന്നു പോകുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ എത്ര വലിയ ഒക്കെ ഇല്ലാത്ത ആൾക്കാരായാലും കുറച്ച് നേരം, ഒരു 2-2.25 മണിക്കൂർ തിയേറ്ററിൽ നമ്മൾ നോർമലി സിനിമ കാണാൻ പോകുന്നത് പോലെ തന്നെ ഈ ഒരു ലൈവ് പെർഫോമൻസ് കാണുന്ന സമയത്ത് അവർക്ക് ലൈഫിൽ എന്നും ഓർത്തിരിക്കാൻ പറ്റുന്ന കുറേ നല്ല മൊമെന്റ്സ് കൊടുക്കുക. അതുപോലെ ഷോ കഴിഞ്ഞ് വെറുതെ കൈയടിച്ച് പോവുക എന്നുള്ളതല്ല, ലൈഫിൽ കുറേ നാൾ ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന കുറേ നല്ല മൊമെന്റ്സ് അവർക്ക് കിട്ടണം എന്നുള്ള ഇന്റൻഷനിൽ തുടങ്ങുന്നതാണ്. ഇപ്പൊ എനിക്കൊന്ന് മെന്റലിസം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ ഇച്ചിരൂടെ താങ്കളാണ് ഫസ്റ്റ് മലയാളികൾക്ക് എന്താ പറയുക ഇച്ചിരൂടെ നോൺ ആയിട്ടുള്ളത്. അതിനുശേഷമാണ് റീൽസിലൂടെ അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ മെന്റലിസം എന്താണ്, പഠിക്കണം, എന്തൊക്കെയാണ് പോസിബിലിറ്റീസ് എന്നുള്ള ആളുകൾ റിയലൈസ് ചെയ്യുന്നത്. പക്ഷെ ഇത് മിസ്യൂസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് സ്ട്രീറ്റ്സിലും. അതായത് ഇത് ശരിക്കും മെന്റലിസം എന്ന് പറയുന്ന പ്രോസസ്സ് അത് ഒരേ സമയം നല്ലതുമാണ്, അതിന്റെ ഡിസഡ്വാൻറ്റേജും ഉണ്ട്. ഇതെങ്ങനെയാണ് അത് ആളുകൾക്ക് എത്രത്തോളം പഠിക്കുന്നത് നല്ലതാണ്, അതേപോലെ ദോഷവശങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ ഇതെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? രണ്ട് വിഭാഗം ആൾക്കാർ എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാത്തപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. ഒന്ന് പഠിപ്പിക്കുന്നവർ, രണ്ട് പഠിക്കുന്നവർ. പഠിപ്പിക്കുന്നവരോടാണ് അങ്ങനെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇപ്പോൾ ഒരുപാട് കോഴ്സ് എന്ന് പറയുന്നതിനെക്കാട്ടും ക്യാമ്പ് കോഴ്സസ് എന്ന് പറയുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഒരു മാസം കൊണ്ടൊരു റാപ്പിഡായിട്ടുള്ള ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് വായിച്ചിട്ട് ഇതാണ് മെന്റലിസം എന്ന് പറഞ്ഞിട്ട് സെല് ചെയ്യുന്ന കുറേ അവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട്. ശരിക്കും അതല്ല മെന്റലിസം. മെന്റലിസം എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള ഇന്നത്തെ പോകുന്ന ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആർട്ടാണ്. അപ്പോൾ അത് അത്രയും ഒതന്റിക് ആയിട്ടുള്ള തന്നെ പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, പഠിച്ചിറങ്ങുന്ന ആൾക്കാർ നിങ്ങൾ ഡീൽ ചെയ്യുന്നത് ആൾക്കാർ ഇതിൻ്റെ അകത്ത് കുറേ മാജിക്കിൻ്റെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഈ ഹിപ്നോസിസ് ഒക്കെ ഡീൽ ചെയ്യുന്ന സമയത്ത് ആൾക്കാരുടെ മെന്റൽ ഹെൽത്ത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അവിടെ അത്രയും ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സും കുറേ ട്രോമാസ് ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് അത്രയും ശ്രദ്ധിച്ച് മാത്രം കൈകാര്യം ചെയ്യുക, അത്രയും ഒതന്റിക് ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് പഠിക്കുക എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇത് 2.5 മണിക്കൂറിന്റെ ഒരു ഷോ ആണെന്ന് പറഞ്ഞു. അപ്പോൾ 2.5 മണിക്കൂറിന്റെ ഒരു ഷോ എന്നുള്ളതല്ല, 2.5 മണിക്കൂറിന് വേണ്ടി എടുക്കുന്ന പ്രിപ്പറേഷൻ ചെറുതായിരിക്കത്തില്ലായിരിക്കും, ഒരു വലിയൊരു ക്രൂ തന്നെ ഉണ്ടാവണമല്ലോ. എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് അതിനകത്തുണ്ടായിരുന്നത്? തിയേറ്റർ ഷോയിൽ ഞങ്ങൾ നേരത്തെ കോർപ്പറേറ്റ് ഇവന്റ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ തിയേറ്ററിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഷോയ്ക്ക് ഇങ്ങനെ ഒരു 40+ ക്രൂ ഉണ്ട്. പ്രൊഡക്ഷൻ, മീഡിയ ക്രൂ, നമ്മുടെ ഷോക്കുള്ള ബാക്ക് സ്റ്റേജിലുള്ള കുറേ അസിസ്റ്റിംഗ് വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെ ഒരു വലിയ ടീമാണ്. അപ്പോൾ നാട്ടിൽ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ്, നമ്മുടെ ടീം എല്ലാം ഉണ്ട്. പക്ഷേ വിദേശത്ത് ചെയ്യുന്ന സമയത്ത് റീസെന്റ് നമ്മൾ ഓസ്ട്രേലിയയിലും UK യിലുമായിരുന്നു ലാസ്റ്റ് ടൂർ കഴിഞ്ഞ്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഇത്രയും പ്രോപ്പർട്ടീസ് ഒന്നും നമുക്ക് ചിലപ്പോൾ അങ്ങോട്ട് ഹാവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ചില ഡിഫിക്കൽറ്റീസ് ഉണ്ടാവാറുണ്ട്. അതുപോലെ ലിമിറ്റഡ് ആൾക്കാരെ നമുക്ക് കൊണ്ടുപോകാനേ പറ്റുള്ളൂ. ബട്ട് ഓവറോൾ ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്യുന്ന പരിപാടിയാണ്. കാര്യം എൻ്റെ ടീം എന്ന് പറയുന്നത് ടീമിലുള്ള ആൾക്കാരാണ് ഇവരുണ്ട്. നിത്തു, നിർമ്മൽ. അപ്പോൾ അദ്ദേഹം ആർട്ട് ഡയറക്ടറാണ്. നിത്തു ടീമിലെ ഒരു മെയിൻ ഒരു സ്റ്റാഫാണ്. അപ്പോൾ ഇവരെല്ലാവരുമായിട്ടുള്ള ഒരു പ്രൊഫഷണലി ബന്ധം അതൊന്നുമല്ല, ഞങ്ങളുടെ ഇടയിൽ ഭയങ്കര ഒരു സൗഹൃദമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അത്രയും എൻജോയ് ചെയ്താണ് പ്രോസസ്സ് ചെയ്യുന്നത്.
നല്ല ചോദ്യമാണ് അത്. മെന്റലിസം പഠിക്കാൻ പറ്റുന്ന ഒരു കലയാണ്. പിന്നെ ഉള്ളിൽ നിന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. ഇപ്പൊ പാട്ട് പാടുന്ന ആൾക്കാർ, പാട്ട് പാടുന്നവര് പാട്ട് പഠിക്കാതെയും നന്നായിട്ട് പാടുന്ന ആൾക്കാരില്ല. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഒബ്സർവേഷൻ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. പക്ഷെ എന്ന് വെച്ചാൽ നമുക്ക് മെന്റലിസ്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല, നല്ല രീതിയിൽ നിരീക്ഷിക്കുന്ന ഡിപ്പാർട്ട്മെന്റിൽ ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ബേസിക് ആയിട്ടുള്ള ഏത് കാര്യങ്ങളും ഒബ്സർവ് ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് അറിയാനുള്ളവരുണ്ട്. അവരൊന്നും മെന്റലിസം പഠിച്ചിട്ടില്ല. പക്ഷെ ഇതൊരു കോഴ്സായിട്ട് അറ്റൻഡ് ചെയ്ത് അത് ഇനിഷ്യലി മാജിക് ഞാൻ പഠിക്കണം. ഡയറക്റ്റ് പോയി മെന്റലിസം പഠിക്കുക എന്നുള്ളത് ഞാൻ ഒരിക്കലും സെർച്ച് ചെയ്യില്ല. മാജിക് ആണ് എനിക്ക് എടുത്തത്. അപ്പം മാജിക് പഠിച്ചിട്ടേ മെന്റലിസത്തിലേക്ക് വരാം. അപ്പോൾ എല്ലാ കാര്യത്തിലും അതിന്റെ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, അപ്പൊ അത് ഫോളോ ചെയ്യണം എന്നുള്ളതാണ്. ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഞാൻ. ലാലേട്ടന്റെ ഡോക്ടർ സണ്ണി എന്ന് പറഞ്ഞ ക്യാരക്ടർ മണിച്ചിത്രത്താഴി കണ്ട് എനിക്ക് ഭ്രാന്തമായിട്ട് ആ കഥാപാത്രത്തോടും ആ സിനിമയോടൊക്കെ വല്ലാത്തൊരു പ്രണയം തോന്നി, ഇഷ്ടം തോന്നി. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യാം, ലാലേട്ടന്റെ ആ കഥാപാത്രം പോലെ അവൻ എന്ത് ചെയ്യാം, ഇങ്ങനെയൊക്കെ ആലോചിച്ച് മാജിക്കിലേക്കും മെന്റലിസത്തിലേക്കൊക്കെ എത്തി. ബ്ലാക്ക് മാജിക്, മാജിക്, മെന്റലിസം ഇത് തമ്മിൽ മൂന്നെണ്ണത്തിൽ വ്യത്യസ്തപ്പെടുത്തണം എന്താ, അല്ലെങ്കിൽ ഇത് തമ്മിൽ എന്തെങ്കിലും സാമ്യത ഉണ്ടോ? ബ്ലാക്ക് മാജിക്, മാജിക്, മെന്റലിസം ഇതില് രണ്ട് സാധനങ്ങളെ നിലവിലുള്ളൂ എന്നുള്ളതാണ് വ്യത്യാസം. ബ്ലാക്ക് മാജിക് എന്നൊരു സാധനം ഇല്ല, അത് വെറുതെ ഒരു ടേം പറയാന്നുള്ളതേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് അത് ബ്ലാക്ക് മാജിക് ആണെന്ന് പറഞ്ഞ് എന്തൊക്കെയോ കാട്ടിക്കൂട്ടലുകൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പേഴ്സണലി ഇതൊരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു അവബോധം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ രണ്ട് ആർട്ടിന്റെ ഒരു മെയിൻ ഇന്റൻഷൻ. അതായത് പഠിക്കുന്ന സമയത്ത് തന്നെ ഫോളോ ചെയ്യാൻ ആഗ്രഹിച്ച ഒരു കാര്യം വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ വലിയ ആൾ ദൈവമായിട്ടൊക്കെ വേണമെങ്കിൽ നമുക്കത് ചെയ്യാമല്ലോ. അപ്പം എനിക്ക് വേണമെങ്കിൽ വന്നിട്ട് ഞാൻ ഇതിനെ ഷോയിൽ വന്നിട്ട് ഞാൻ നിങ്ങളെ മനസ്സ് വായിച്ച് ശരിക്കും എനിക്കറിയത് ഇതൊക്കെ നമുക്ക് ക്ലെയിം ചെയ്യാം. പക്ഷെ ഇനിഷ്യലി നിങ്ങളൊന്ന് പ്രീവിയസ്ലി ഒരു 10 വർഷം ബാക്കിലുള്ള ഇന്റർവ്യൂസ് എടുത്താലും ഇവിടെ ഒരിടത്തും നമ്മൾ അങ്ങനെയുള്ള അവകാശവാദങ്ങളൊന്നും കൊടുത്തിട്ടില്ല. എല്ലായിടത്തും ഈ ആർട്ട് എന്താണെന്ന് അറിഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പ്യൂർലി പറയുന്നുണ്ടായിരുന്നു മെന്റലിസം എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആർട്ട് ഫോമാണ്. പ്രാക്ടീസ് കൊണ്ട് ഞാൻ ചെയ്യുന്നത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് ഒന്നാമത്തെ കാര്യം. രണ്ട്, ഈ ബ്ലാക്ക് മാജിക് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കുറെ ആൾക്കാർ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഇന്ന് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോ ഒരു കൈൻഡ് ഓഫ് ഫേക്ക് പരിപാടിയാണ്. എനിക്ക് അതൊന്നും വിശ്വസിച്ചില്ല. മരിച്ചുപോയവരെ മുന്നിൽ കൊണ്ടുവരാൻ പറ്റില്ല, അങ്ങനെ ഒരു തോന്നലാണ്, ഒരു തോന്നിപ്പിക്കുന്നതാണ്. അപ്പം ഇതാണ് റീസെന്റ് ആയിട്ട് ഭയങ്കരമായിട്ട് ചർച്ചാ വിഷയമായിട്ടുള്ളൊരു പ്രശ്നമായിരുന്നു. ഞാനത് അതിനെപ്പറ്റി കൂടുതൽ ഒരുപാട് സംസാരിച്ചായിരുന്നു അതിനെ അഗെയിൻസ്റ്റ് ആയിട്ട്. അപ്പം ഒരുപാട് റീസെന്റ് ഒരുപാട് കോൺട്രവേഴ്സീസ് ഒക്കെ ആയ ഒരു ടോപ്പിക് ആയിരുന്നു. അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ മേഘയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള, മേഘയ്ക്ക് ഒരുപാട് അറിയുന്ന ഒരാള് മേഘ വീട്ടിൽ പോയി, ഒരു സുഹൃത്ത്. അപ്പോ 5 വർഷം കഴിഞ്ഞു. ഇപ്പൊ മേഘ കംഫർട്ടബിൾ യൂസ്ഡ് ആണ്. ആ ഒരു പെയിൻ മറക്കാൻ പറ്റില്ല, എന്നാലും പെയിനോട് യൂസ്ഡ് ആണ്. അപ്പൊ പെട്ടെന്ന് ഒരാൾ വന്നിട്ട് മേഘയ്ക്ക് ആ ഫ്രണ്ടിനെ കാണിച്ചു തരാന്ന് പറയുന്നു. മേഘ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ സംഭവം എക്സ്പീരിയൻസ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് കുറെ നാൾ കഴിഞ്ഞിട്ട് മേഘ ചിലപ്പോ പേഴ്സണലി ചിലപ്പോൾ ഡിസ്കംഫർട്ട് ആവാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പോൾ സ്വപ്നത്തിൽ ചിലപ്പോൾ അതേയാളിനെ കാണുന്ന ലൈക്ക് ഇങ്ങനെ നമ്മൾ മറന്നൊരു ഓർമ്മയല്ലേ. അപ്പൊ അത് പിന്നെയും നമ്മൾ ട്രിഗർ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഇത് സൈക്കോളജിക്കലി ടേംസ് എല്ലാം വെച്ച് പറയുകയാണെങ്കിൽ കുറെ ഉണ്ട്. പല രാജ്യങ്ങളിലും ഒരു ബാൻഡ് ആണ്. അപ്പോൾ ഇവിടെ ഒരു റെസ്ട്രിക്ഷൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇതിന് ഒരുപാട് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ഞാൻ അതിനെ അഗേൻസ്റ്റ് ആയിട്ട് സംസാരിച്ചതാണ്. അപ്പം എനിക്ക് മനസ്സിലാവും ആൾക്കാര് അവരുടെ ഇമോഷൻസിന് ഏറ്റവും കൂടുതൽ വാല്യൂ കൊടുക്കുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ കാണുമെന്ന് ആഗ്രഹിക്കുന്നത്. കാരണം നമുക്ക് ഇപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിട്ടുപോയ പ്രിയപ്പെട്ടവരെ കാണാൻ ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവില്ല. പക്ഷെ ഇതിലുള്ള ഇഷ്യൂ ഇതാണ്. ഒന്നാമത് ഇത് പ്രോപ്പറായിട്ട് പഠിച്ച ആൾക്കാരല്ല ഇത് ചെയ്യുന്നത്. പ്രൊഫഷണലി ഹിപ്നോതെറാപ്പിയൊക്കെ അത്രയും അക്കാഡമിക് അല്ലെങ്കിൽ പ്രൊഫഷണലി പല രാജ്യങ്ങളിൽ നിന്നും പഠിച്ചിട്ടുള്ള ആൾക്കാർ പോലും ഇതങ്ങനെ പബ്ലിക്കിലൊന്നും അങ്ങനെ സ്ട്രീറ്റിലൊന്നും പോയി അങ്ങനെ ചെയ്യാറില്ല. കാര്യം അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. രണ്ട്, ഇപ്പോ ഈ സംഭവം ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഇതിന്റെ ഒരു ടെക്സ്റ്റ് ഞാൻ തന്നു കഴിഞ്ഞിട്ട് ഒരു മാസം നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ടെക്സ്റ്റ് നിങ്ങൾ വായിച്ചിട്ട് വരാൻ പറയാണ്. വിത്തിൻ കുറച്ച് പീരീഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സംഭവം ചെയ്യാൻ പറ്റും. കുറച്ച് പ്രാക്ടീസ് ചെയ്യണമെന്നേ ഉള്ളൂ. പക്ഷെ അവിടെ വിഷയം നിങ്ങൾ ആ ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ മാത്രമേ അത് പഠിക്കുന്നുള്ളൂ. ഹിപ്നോട്ടിസത്തെ കുറിച്ച് അല്ലെങ്കിൽ ഹിപ്നോതെറാപ്പിയുടെ സാധ്യതകൾ ഇതിന്റെ ഡീപ്പായിട്ട് നമ്മൾ പോകണം. ഒരു ടോപ്പിക്ക് നമ്മൾ പ്രത്യേകിച്ച് മെന്റൽ ഹെൽത്ത് വെച്ച് ഡീൽ ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യുന്ന സമയത്ത് അത് അത്രയും സീരിയസ് ആയിട്ടാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യണം. അല്ലാത്ത പക്ഷെ അത് ചെയ്യാൻ പോയത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി കേരളത്തിൽ ഉണ്ടായതാണ്. വളരെ ഷോർട്ട് പീരീഡിൽ കുറെ ആൾക്കാർ പഠിപ്പിക്കാൻ വന്നു ഹിപ്നോട്ടിസം. കുറെ ആൾക്കാർ അതിനെ മിസ്യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ ഒരു പോയിന്റിലാണ് ഞാൻ ഇതിനെ അഗെയിൻസ്റ്റ് ആയിട്ട് പറഞ്ഞത്. അഗെയിൻസ്റ്റ് ആയിട്ട് പറഞ്ഞ സമയത്ത് വന്ന കമന്റ് ആക്ച്വലി പ്രൊഫഷണലി കൊണ്ട് പറയുന്നതാണ്. എനിക്ക് അവരോട് കാസുകയാണ്. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഒക്കെ റീസെന്റ് ആയിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പോ ഞാനിപ്പോ
വേണ്ടിയിട്ടാണ് ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ, ഈ ഇപ്പോൾ ഹിപ്നോട്ടിസം ചെയ്യുന്ന പഠിക്കുന്ന ആൾക്കാരോടാണ് നിങ്ങൾ നല്ല രീതിയിലുള്ള അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് അഫർമേഷൻ കൊടുക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇതുപോലെ ആൾക്കാരെ ട്രോമാസിലോട്ട് ഇരിക്കുന്ന കാര്യങ്ങൾ ചെയ്യരുത്. ഇത്രയേ ഉള്ളൂ, ഇത് മാത്രമേ അഗേൻസ്റ്റ് ആയിട്ടുള്ളൂ. അല്ലാതെ എനിക്ക് ആരോടും ഒരു ദേഷ്യമൊന്നുമില്ല. ഇപ്പോഴും ഹിപ്നോട്ടിസം അല്ലെങ്കിൽ മെന്റലിസം മാജിക് ഇൻഡസ്ട്രിയിലൊക്കെ ഒരുപാട് നല്ല രീതിയിൽ ഉയർന്നിരുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ അത്രയും റെസ്പെക്ടോടെ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലായിടത്തും സ്നേഹം മാത്രമാണ്. പക്ഷെ പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പറയണമല്ലോ. പ്രത്യേകിച്ച് ഞാൻ എന്നോടാണ് ഇത് ഇനിഷ്യലി ഒരുപാട് ആൾക്കാർ ചോദ്യം ചോദിച്ചത്. ഇപ്പോ പരിചയമുള്ള കുറെ ഡോക്ടേഴ്സ്, സൈക്കോളജിസ്റ്റുകൾ, ഇവരെല്ലാം ഈ പ്രശ്നം വലുതായ സമയത്ത് എന്നോടാണ് ചോദിക്കുന്നത് ആദ്യം ഇവരെന്തായി കാണിക്കുന്നത്. അപ്പോൾ അത് റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ട എന്റെ കടമയാണ്. അതുകൊണ്ടാണ് എന്റെ സംസാരിച്ചത്. പക്ഷേ ഇപ്പൊ ഇതുപോലുള്ള മിസ്യൂസ് നടക്കുമ്പോൾ അതിന് ഈ മേഖലയിൽ നിൽക്കുന്ന ഞങ്ങളെപ്പോലുള്ളൊരു അതിനൊരു ലീഗൽ വശം എന്തെങ്കിലും അന്വേഷിച്ചു അല്ലെങ്കിൽ അങ്ങനെ വല്ലതും ഉണ്ടോ നമ്മുടെ ഇന്ത്യയിൽ ചാൻസ് ഉണ്ടോ വരാനായിട്ട്? ഇന്ത്യയിൽ ഇതുവരെ നിലവിൽ റെസ്ട്രിക്ഷൻസ് ഇല്ല. അതുകൊണ്ടാണ് അവരിങ്ങനെ പബ്ലിക്കായിട്ട് ചെയ്യുന്നത്. പക്ഷേ ഞാൻ അതുപോലെ ഫ്രാൻസിലൊക്കെ ഓൾമോസ്റ്റ് ഞാൻ വിസിറ്റ് ചെയ്ത കുറെ കൺട്രീസിൽ ഇത് ബാൻഡാണ്. അപ്പോൾ എനിക്ക് പരിചയമുള്ള കുറച്ച് ഫോറിനേഴ്സ് ഉണ്ട് ഇത് ചെയ്യുന്ന, ലീഗലി ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ അവരുടെ രാജ്യങ്ങളിൽ അത് ബാൻഡാണ്. പക്ഷെ ചില സ്ഥലങ്ങളിൽ ചില റെപ്യൂട്ടഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം ചെയ്യാൻ പെർമിഷൻ ഉണ്ട്. അത് അവരുടെ ലൈസൻസ് കാര്യങ്ങളൊക്കെ അവർ അതിന്റെ അപ്രൂവൽ എടുത്തതിന് ശേഷമാണ് ചെയ്യുന്നത്. പക്ഷെ നിലവിൽ നാട്ടിൽ അങ്ങനെ എൻ്റെ അറിവിൽ നിയമമില്ല. ശരിക്കും അത് ഒരു മുമ്പൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു ശരിക്കും അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ ഇത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ലൈഫിനെ ബാധിക്കില്ലേ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ചെറിയ രീതിയിലെങ്കിലും റെസ്ട്രിക്ഷൻ വരുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. ഇതേപോലൊരു സെറ്റ് അത് ക്രിയേറ്റ് ചെയ്ത് ഒരു ഫിലിം എക്സ്പീരിയൻസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമില്ല. ഒരു ചെറിയൊരു 1-2 ഓഡിയൻസ് അല്ല, ചിലപ്പോൾ ഒരു വലിയൊരു തിയേറ്ററിലുള്ള അത്രയും പേരെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു എന്താ പറയുക ഒരു പ്ലഷർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. അപ്പോൾ അതിൽ എത്രത്തോളം പ്രിപ്പറേഷൻസ് വേണ്ടി വന്നിട്ടുണ്ട്? ഇത് ഇപ്പോൾ കേരളത്തിൽ ഇപ്പം കുറച്ച് ഷോസ് ആയിട്ടുള്ളൂ, ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ടോ? അപ്പോൾ എത്രത്തോളം വേണ്ടി വരുന്നുണ്ട്? ഓരോ ടൈപ്പ് ഓരോ പുതുമയായിരിക്കുമല്ലോ. ഒരു തവണ ചെയ്ത റിപ്പീറ്റേഷൻ വരാതിരിക്കാൻ മനസ്സിൽ നോക്കില്ല. നമുക്കൊരു പ്രിഫറൻസ് റെഫറൻസ് ഒന്നും ഇല്ലായിരുന്നു. നമ്മളിന്ന് സീറോ എന്നാണ് തുടങ്ങിയത്. അപ്പോൾ ഓരോ ചെറിയ മൈനോട്ട് സാധനം പോലും 1-2 വർഷം അങ്ങനെ എടുത്തിട്ടാണ് ഇതിൻ്റെ ബിൽഡ് ചെയ്ത് വന്നത്. പിന്നെ ഇതിൻ്റെ ഒരു സാധനം അസംബിൾ ചെയ്യാനായിട്ട് നമ്മൾ ഓരോ രാജ്യത്തു നിന്ന് ഇത് കളക്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിന് പുറത്തുനിന്ന് അങ്ങനെ ഫുള്ളായിട്ട് കളക്ട് ചെയ്തിട്ടാണ് ഓരോ സാധനം ബിൽഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറേ വർഷത്തെ എഫേർട്ടാണ് ഇങ്ങനെ ഒരു സാധനം സെറ്റ് ചെയ്ത് വരുന്നത്. ഓഗസ്റ്റ് 2-ന് പ്രേക്ഷകർ നൽകാൻ പോകുന്ന ഒരു എക്സ്പീരിയൻസ് എന്തായിരിക്കും? നല്ലൊരു സിനിമ കണ്ട് ഇറങ്ങുന്നവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. എന്റെ ആർട്ട് ഡയറക്ടർ ഇൻട്രോവേർട്ട് ആണ്. എന്നോട് പ്രത്യേകം എന്നോട് ചോദ്യം ചോദിക്കലെന്ന് പറയാം. ചിലപ്പോൾ അങ്ങനെ തന്നെ ബിഹേവ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അത് ശരിക്കും ഹൈഡ് ചെയ്യണതിന്റെ ഭാഗമായിട്ട് കൈകൂട്ടി കെട്ടുന്നതാണെന്ന് തോന്നുന്നു. അതാണ് ഞാൻ പറയുന്നത്. എല്ലാ തവണയും അത് അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. കൾച്ചറൽ ഡിഫറൻസസ് കൊണ്ട് മാറാം. ആണാണോ പെണ്ണാണോ എന്നുള്ള കാര്യങ്ങളിൽ മെയിൽ ആൻഡ് ഫീമെയിൽ അതിൽ ആ ഒരു ഡിഫറൻസ് വരുമ്പോഴത്തേക്ക് മാറാം. ലാംഗ്വേജ് ഡിഫറൻസ് വരുന്ന ഭാഷാപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ വരുന്ന സമയത്ത് ഇത് മാറാം. ഇങ്ങനെ പല രീതിയിലും ഇതിന് മാറ്റങ്ങൾ സംഭവിക്കും. ഇപ്പോൾ യൂറോപ്പിലുള്ള ഒരാളുടെ ബോഡി ലാംഗ്വേജും കേരളത്തിലുള്ള ഒരു നാട്ടിൻപുറത്തുള്ള ഒരാളുടെ ബോഡി ലാംഗ്വേജും രാപ്പകൽ വ്യത്യാസം ഉണ്ടാവും. സോ ഇതിന് നമ്മൾ മെയിൻലി ചെയ്യേണ്ടത് എല്ലാ കൾച്ചേഴ്സിലുള്ള ആൾക്കാരെയും നമ്മൾ വാച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ അവിടെ പോകണമെന്നില്ല, യൂട്യൂബിൽ വീഡിയോസ് ഉണ്ടെങ്കിൽ അവരുടെ വാക്കിങ്ങും അവരുടെ ലുക്കും കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ വേ ഓഫ് വാക്കിംഗ് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഒരു പരിധി വരെയൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഒരൊറ്റ സാധനം വെച്ചിട്ട് നമുക്ക് എന്തായാലും ഒന്നും പറയാൻ പറ്റില്ല. പെണ്ണുങ്ങളെ വളർത്താൻ വേണ്ടിട്ട് സ്റ്റേജിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അവരെ ചിരിപ്പിക്കുന്നു അങ്ങനെ രീതിയിലൊക്കെ ചെയ്യുന്ന ഈ ചോദ്യം എന്നോട് പേഴ്സണലി ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്റർവ്യൂവിൽ പബ്ലിക് വേദിയിൽ ഇത് ആദ്യമായിട്ടാണ് എന്റെ ഒരു മനുഷ്യൻ ഞാനിവിടെ പെണ്ണുങ്ങളെ വിളിക്കാനാണോ? അല്ല അങ്ങനെ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ നമുക്ക് ക്യൂരിയോസിറ്റിക്ക് ഇത് പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട് ചില ചെയ്തിട്ടുണ്ടാവുന്നതാണ്. തുടക്കത്തിന്റെ സ്റ്റേജ് ഞാൻ പറയുന്നത്. ഇത് ശരിക്കും അതിനെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്ന ഒരാളും അങ്ങനെ ഒരു രീതിയിൽ അതിനെ മിസ്യൂസ് ചെയ്യില്ല. ഒന്നാമത്തെ കാര്യം. അല്ലെങ്കിൽ അതിനു വേണ്ടി പഠിക്കണം. എന്തോ ഞാനോ ഇവിടെ ഇരിക്കുന്നവരോടൊക്കെ ചോദിച്ചു. ഇത് രേഷ്മ എന്റെ ഫ്രണ്ടാണല്ലോ, ചോദിച്ചു നോക്ക് രേഷ്മേനോട്. അല്ല, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എനിക്ക് ഫ്രണ്ട് സർക്കിളിൽ ഇപ്പം മെന്റലിസ്റ്റ് എന്നതുപോലെ അതുമായിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര ടോക്കറ്റീവ് ആണ് ചില സമയം. പക്ഷെ അതേസമയം ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ട് സൈലന്റ് ആയിട്ടും പോകുന്ന സമയമുണ്ട്. പക്ഷെ
കംഫർട്ട് സോണിലേക്ക് വരുന്ന സമയത്ത് ആൾക്കാരുടെ എനിക്ക് ഒരുപാട് ഇന്ററാക്ട് ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ ഇന്ററാക്ഷൻസ് സമയത്ത് നമ്മൾ പർപ്പസ്ഫുള്ളി അല്ലാതെ പറയുന്ന ചില എലമെന്റ്സ് ചിലപ്പോൾ അവർക്ക് കണക്ട് ആയിട്ട് അവർക്ക് അങ്ങനെ ഒരു വോ ഫാക്ടർ തോന്നും. അതൊരിക്കലും അങ്ങനെ വളയ്ക്കാനൊന്നും ചെയ്യുന്നില്ല. അതേപോലെ ഇപ്പോൾ നോർമലി പറഞ്ഞല്ലോ മുന്നിൽ നിൽക്കുന്ന ആൾ എന്താണെന്ന് നമ്മൾ അറിയുമ്പോൾ അപ്പോൾ അതൊരു എന്താ പറയുക ഒരു അഡ്വാൻറ്റേജ് ആണ്, അതേപോലെ ഡിസഡ്വാൻറ്റേജും ആണ്. എന്താണ് ഏതാണ് നമ്മൾ അറിയുമ്പോൾ ഉണ്ടാകും നമുക്ക് തന്നെ പുറത്ത് പറയാനും പറ്റത്തില്ല, എന്നാൽ ഇത് അകത്ത് വെക്കുകയും ചെയ്യണം, നമുക്ക് അതേപോലെ എക്സ്പ്രസ് ചെയ്യാനും പറ്റണം. ഒരാളെ ട്രസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് നമ്മൾ നോർമൽ ഹ്യൂമൻ ബീങ്സ് ഈ പറഞ്ഞ പോലെ ഒരു ആവറേജ് ലെവലിൽ ചുറ്റുപാടുമുള്ളവരെ ഉണ്ടേനുണ്ട് ഇല്ലേ ഇല്ല, ആണേനാണ് ഇല്ലേ ഇല്ല, അങ്ങനത്തെ ഒരു ട്രാക്കാണ്. പണി കിട്ടിയെന്ന് തോന്നിയാൽ ചിലപ്പോൾ ഒന്ന് കരയും, ചിലപ്പോൾ ഒന്ന് ചിരിക്കും, അങ്ങനത്തെ ഒരു മോഡലാണ്. പക്ഷേ ഇത് ഓൾറെഡി അറിയാം എന്നുള്ള സ്റ്റേജിൽ നമ്മൾ അങ്ങനെ ആക്ട് ചെയ്ത് അല്ലെങ്കിൽ കൂടെ നിൽക്കാൻ നമുക്ക് തന്നെ ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കുന്നൊരു അവസ്ഥ ഉണ്ടല്ലോ. അത് ശരിക്കും എപ്പോഴും തോന്നിയിട്ടുണ്ടോ ഇത് പഠിച്ചതും ഉറപ്പായിട്ടും തോന്നിയിട്ടുണ്ട്. അതങ്ങനെ ഒരു പോയിന്റിൽ തോന്നിയിട്ടുണ്ട്. കാര്യം ഞാൻ ഇനിഷ്യലൊക്കെ ഞാൻ അത്യാവശ്യം നല്ല സെൻസിറ്റീവ് ആയിട്ടുള്ള ആളായിരുന്നു. അപ്പോൾ ആ സ്റ്റേജിലൊക്കെ എനിക്ക് നല്ല പേഴ്സണലി എനിക്ക് ഒട്ടും പറ്റില്ലായിരുന്നു. പിന്നെ അത് യൂസ്ഡ് ആയി. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഈ സംഭവം സ്റ്റേജൊക്കെ ഉണ്ടായിരുന്ന കോളേജിലൊക്കെ പഠിക്കുമ്പോഴായിരുന്നു. പക്ഷെ അതെല്ലാം പിന്നെ ഇറ്റ്സ് എ പ്രൊഫഷൻ എന്നുള്ള ഒരു സാധനത്തിലേക്ക് നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന സമയത്ത് ആ തോട്ട്സ് എല്ലാം പോയി. അപ്പൊ അങ്ങനെ കുറച്ചുകൂടെ ഒരു മെച്ചൂർഡായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ആഗസ്റ്റ് 2 ഇപ്പോൾ ഒരു ഇവന്റ് നടക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാ പ്രേക്ഷകനും ഒരേപോലെ സാറ്റിസ്ഫൈ ചെയ്യാൻ പോകുന്ന ചെറിയൊരു പ്രോസസ് അല്ലേ. അപ്പോൾ വരുന്ന പ്രേക്ഷകൻ അവരുടെ കംഫർട്ട് നോക്കണം, അവരുടെ സീക്രട്ട്. കയറി വരുന്ന ഒരാൾ സ്റ്റേജിൽ കയറി വാ എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ട് കയറി വരുമ്പോൾ മൈൻഡിലുണ്ടോ എൻ്റെ സീക്രട്സ് വിളിച്ച് പറയുമോ, എന്താണ് എല്ലാവർക്കും ഉണ്ടാവും ഒരു പോസിറ്റീവ് നെഗറ്റീവ് ഡാർക്ക് സീക്രട്സ് എല്ലാവർക്കും ഉണ്ടാവും. വിളിച്ച് പറയുമോ അല്ലെങ്കിൽ എന്താണ് ഏതാണ് ഓൾറെഡി ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ എല്ലാ പ്രേക്ഷകനെയും ഒരേപോലെ സാറ്റിസ്ഫൈ ചെയ്യുക എന്ന് പറയുന്ന ചെറിയൊരു പ്രോസസ്സ് അല്ലേ. അപ്പം എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, എത്രത്തോളം ടഫാണത്? മണിച്ചിത്രത്താഴ് ക്ലാസിക് ആയിരുന്നു. 99% ആൾക്കാർക്ക് മണിച്ചിത്രത്താഴ് ഇഷ്ടപ്പെട്ടു. സ്റ്റിൽ 1% ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. സെയിം ഇത് തന്നെയാണ് സംഭവം. ഷോയ്ക്കകത്ത് വരുന്ന ഒരു ഇത്രയും പേരെ ഹാപ്പി ആക്കാൻ നമ്മൾ എക്സ്ട്രീം നമ്മൾ ശ്രമിക്കും. പക്ഷേ പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, അതായത് 10 പേര് 10 രീതിയിലായിരിക്കും ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു എഫക്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സാധനം ചിലപ്പോൾ മറ്റൊരാൾക്ക് അതായിരിക്കില്ല ഇഷ്ടപ്പെടുന്നത്, വേറൊരു എലമെന്റ് ആയിരിക്കും ഇഷ്ടപ്പെടുന്നത്. കാര്യം അതിനകത്ത് എല്ലാം കുറെ ഇമോഷൻസിൽ കൂടെ ഒരു ഡ്രൈവ് ചെയ്ത് പോകുന്ന ഒരു ഷോയാണ്. അപ്പോൾ ഇതിന്റെ ഇൻബിറ്റ്വീൻ ഇപ്പോൾ ഒരു ആദ്യത്തെ ഒരു 10 മിനിറ്റ് കുറച്ചൊരു ഒരു സ്കെയർഡ് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ജേണിയാണ് ആദ്യത്തെ ഒരു 10 മിനിറ്റ്. അത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഒരു ഫീൽ ഗുഡിലേക്ക് പോയി. അപ്പോൾ പേടിപ്പിക്കുന്ന സിനിമകളും പേടിപ്പിക്കുന്ന കഥകളും ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ചിലപ്പോൾ അതായിരിക്കും ആ ഹീറോ എലമെന്റ് ആയിരിക്കും ഏറ്റവും ഇഷ്ടമാവുക. ഫീൽ ഗുഡ് സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് രണ്ടാമത്തെ പോർഷൻ ആയിരിക്കും ഇഷ്ടപ്പെടുക. അപ്പൊ അതുകൊണ്ട് മിക്സ്ഡ് ഓഫ് ഇമോഷൻസ് ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഓരോ ആൾക്കാർക്കും എവിടെയൊക്കെ അവരെ പിടിച്ചിരുത്താം, എവിടെയൊക്കെ അവർക്കൊരു ഹൈ കിട്ടും എന്നുള്ളതിനെ പറ്റി പഠിക്കാൻ വേണ്ടി മാത്രം കുറെ വർഷം സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. കാര്യം ഇന്റൻഷൻ ഇത്രയായിരുന്നു, എന്തായാലും ഇത് ഇത്രയും വലിയ രീതിയിൽ ഒരു ഷോ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അതുകൊണ്ട് വെറുതെ ഞങ്ങൾ കുറെ പേര് വരുന്നു, ഷോ ചെയ്യുന്നു, ഞങ്ങൾക്ക് കുറെ റെമ്യൂണറേഷൻ കിട്ടുന്നു, ക്രൂ എല്ലാവരും ഹാപ്പി ആയിരുന്നു, അതല്ല. അതിനപ്പുറത്തേക്ക് വരുന്ന ഓരോ ആൾക്കാർക്കും അവർക്കൊരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവണം. കുറെ വർഷം കഴിഞ്ഞാലും MIO സീക്രട്ട് ലെറ്റർ എന്ന് പറഞ്ഞ വർക്കോ ഷോയുടെ ഫോട്ടോസോ ഇവരൊക്കെ കാണുന്ന സമയത്ത് ഈ ദിവസം ഒരു ഷോയ്ക്ക് വന്ന സമയത്തുള്ള ഏതെങ്കിലും ഒരു മെമ്മറി അവർക്ക് ഹിറ്റ് ചെയ്യണം. ഇതൊക്കെ ഇനിഷ്യലി ഉള്ള ഒരു ആഗ്രഹമായിരുന്നു. പിന്നെ 2, ഇപ്പോൾ എല്ലാവരും അവരുടെ പ്രിയപ്പെട്ടവർക്ക് ഏറ്റവും വലിയ ഹിറ്റായിട്ട് ഷോയുടെ ടിക്കറ്റ്സ് കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. അത് ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ്. അപ്പോൾ മെറ്റീരിയലിസ്റ്റിക് അല്ലാത്ത ഒരു സമ്മാനം എന്നൊക്കെ പറഞ്ഞിട്ട് മൊമെന്റ്സ് സമ്മാനമായിട്ട് ഷെയർ ചെയ്യാന്ന് പറഞ്ഞിട്ട് കുറെ പേര് എന്നെ ടാഗ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതും കാണുമ്പോൾ ഭയങ്കര സന്തോഷം. കാര്യം അവരത് അക്സെപ്റ്റ് ചെയ്യുന്നതുകൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഷോയുടെ ഒരു ഹൈലൈറ്റ് അനന്തുവിൻ്റെ ഇൻട്രൊഡ്യൂസ് BGM ആയാലും മ്യൂസിക് ആയാലും ഒക്കെ ഇത് നമ്മുടെ ടീം തന്നെ ഒറിജിനലായിട്ട് തന്നെ കമ്പോസ് ചെയ്യുന്നതാണോ? ഓൾമോസ്റ്റ് ഒരു മിഡ് പോർഷൻസ് എല്ലാം, അതായത് കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ള സംഭവങ്ങളൊക്കെ നമ്മൾ എത്ര സെക്കൻഡ് കോപ്പിറൈറ്റ് ഉണ്ടല്ലോ അതിന് താഴെയാണ് നമ്മൾ ലിമിറ്റ് ചെയ്താണ് കോപ്പിറൈറ്റ് കണ്ടന്റ് ഒക്കെ ഇടുന്നത്. അല്ലാതെ നമുക്കൊരു മ്യൂസിക്കൽ ഒരു ടീം ഉണ്ട്. അപ്പോൾ അവര് ഡിസൈൻ ചെയ്യുന്ന കുറച്ച് സാധനങ്ങൾ, അവര് കമ്പോസ് ചെയ്ത കുറച്ച് സംഭവങ്ങൾ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൈൽഡ് ആയിട്ട് പോകുന്നുണ്ട്. അതൊരു പോളി സൗണ്ട്സ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നത്. എന്തിൽ വിശ്വാസം അല്ല, ഇല്ല, മതത്തിൽ അങ്ങനെയുള്ള പരിപാടികളൊന്നും അങ്ങനെ വിശ്വാസമൊന്നുമില്ല. പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു സാധനമുണ്ട്. അതായത് മൊത്തത്തിലുള്ള ഒരു എനർജി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ. അതായത് ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു എനർജി ഉണ്ട്. ആ എനർജിയിൽ എനിക്ക് വിശ്വാസമാണ്. ആ യൂണിവേഴ്സൽ എനർജി എനിക്ക് കിട്ടാനായിട്ട് എനിക്ക് അമ്പലത്തിൽ പോകുമ്പോഴത്തേക്കും അവിടുത്തെ ഈ മണിയുടെ ഒച്ചയൊക്കെ കേൾക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്കൊരു വൈബ്രേഷൻ കിട്ടും.
ഓം എന്ന് പറയുന്ന വാക്കിന് ഒരു ഒരു ഭയങ്കര ഒരു വൈബ്രേഷൻ ഉണ്ട്, അവിടെ എനിക്കത് കിട്ടും. അതേ സാധനം തന്നെ എനിക്ക് ആൽമരത്തിന്റെ ചോട്ടിൽ നിന്ന് എനിക്ക് കിട്ടും. നേരത്തെ പറഞ്ഞ എന്റെ ഭ്രാന്തുകളൊന്നും മല കയറാൻ പോകുമ്പോഴും കിട്ടും. അപ്പോ ആ എനർജിയിൽ എനിക്ക് വിശ്വാസം. ഈ സ്റ്റേജിലേക്ക് എത്തിയത് എപ്പോഴാണ് തിരിച്ചറിവ് വന്നത്? അത് ശരിക്കും അത് പഠിച്ചു തുടങ്ങിയിട്ട് തന്നെ അറിയും കേട്ടോ. കാര്യം ഞാനൊരു സാധാരണ ഒരു ടിപ്പിക്കൽ ഫാമിലിയിൽ ജനിച്ച ഒരു സാധാരണ ഒരാളാണ്. അപ്പം എനിക്കങ്ങനെ അത്ര വലിയ ചിന്തകളൊന്നും ഇനിഷ്യലി ഒന്നും ഉണ്ടായില്ല. ഇതിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ കുറെ കാര്യങ്ങൾ ഡീപ്പായിട്ട് ഇങ്ങനെ പഠിച്ചു വരുന്ന സമയത്ത് മാറിയതാണ്. പക്ഷേ ഈ പറഞ്ഞ എന്ന് വെച്ച് ഞാൻ അമ്പലത്തിൽ പോകാറില്ല, അതൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അമ്പലത്തിൽ പോകുന്ന സമയത്ത് അമ്പലത്തിന്റെ ഒരു അറ്റ്മോസ്ഫിയർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പോകാറുണ്ട്. ഇപ്പൊ ദേവദൂതൻ സിനിമ എടുക്കുകയാണ്, അതിന്റെ ഒരു കോട്ടുണ്ട്, ആർക്കോ ആരോടോ എന്തോ പറയാനുണ്ട്, എന്തോ കേൾക്കാൻ, ആ ഒരു കോട്ടുണ്ട്. അപ്പം ഈ സീക്രട്ട് ലെറ്റർ എന്നുള്ള ആ ഒരു ഇത് എങ്ങനെയാണ് കിട്ടിയത്? എന്താണ് അതിന്റെ ഒരു ഇൻസ്പിറേഷൻ? എന്താണ്? അത് ഭയങ്കരമായിട്ട് എന്നെ ചിന്തിപ്പിച്ച ഒരു ക്വസ്റ്റ്യൻ കൂടെ ആയിരിക്കും. കാര്യം ബ്രോ പറഞ്ഞ ആ ഒരു കാര്യമായിട്ട് ഈ ഷോയ്ക്ക് ഭയങ്കര ഒരു കണക്ഷൻ ഉണ്ട്. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറായി പോകും. അത് ശരിക്കും നിങ്ങളെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്താലേ നിങ്ങൾക്ക് അതിന്റെ ഒരു സോൾ മനസ്സിലാവുള്ളൂ. മറ്റേ ഫോട്ടോഗ്രാഫി പഠിക്കാൻ പറ്റും എന്ന് പറയുന്ന പോലെയാണ്. അതിൻ്റെ അകത്തൊരു സോൾ ഉണ്ട് ബ്രോ. അത് ശരിക്കും നിങ്ങൾ വായോ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളതാണ്. ബ്രോ നമുക്ക് എല്ലാവരെയും ഹിപ്നോട്ടിസം ചെയ്യാൻ പറ്റും. അതായത് ഇപ്പൊ ബ്രോയുടെ അടുത്ത് ചലഞ്ചിങ് ആയിട്ട് ഒരാൾ വരാണ്, ഞാൻ ഒന്നും അങ്ങനെ ആവില്ല എന്നുള്ള രീതിയിൽ വന്ന് ബ്രോൺ ചലഞ്ചിങ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ബ്രോയ്ക്ക് ആളെ ഹിപ്നോട്ടിസം ചെയ്യാൻ പറ്റും. ചലഞ്ചിങ് ആയിട്ട് വന്നാലും ഇല്ലെങ്കിലും ഹിപ്നോട്ടിസം അങ്ങനെ ഞാനൊരു എനിക്ക് 2016-17 ഞാൻ ഹിപ്നോട്ടിസം പഠിച്ചു തുടങ്ങുന്നത്. അപ്പോൾ ഇതിന്റെ കുറച്ച് ലീഗലി ഉള്ള കുറെ ഇഷ്യൂസിന് മനസ്സിലാക്കിയ സമയം മുതലേ ഞാൻ അത് സ്റ്റോപ്പ് ചെയ്താണ്. സിവിയർ ആയിട്ടുള്ള ഹിപ്നോട്ടിക് എഫക്ട്സ് ഒന്നും ഞാൻ ഇങ്ങനെ ഒരുപാട് യൂസ് ചെയ്യാറില്ല. മൈൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ഇപ്പോൾ പറഞ്ഞ ചോദ്യം സജസ്റ്റബിലിറ്റി അനുസരിച്ചിരിക്കും. അതായത് ഭയങ്കര ഒഫൻസീവ് ആയിട്ടൊക്കെ വന്ന് നിൽക്കുന്ന ആൾക്കാരൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ആ തോന്നല് കൊണ്ടുവരാൻ പറ്റും. ഇപ്പൊ മറ്റേ ലാലേട്ടനെ അത് തോന്നലാണ് കേട്ടോ, അതൊന്നും അങ്ങനെ റിയൽ അല്ല. ശരിക്കും നിങ്ങൾ ഈ വീഡിയോസിന്റെ ഒക്കെ അവസാനത്തെ 30 സെക്കൻഡ് ആയിരിക്കും നിങ്ങൾ റീലിൽ കാണുന്നത്, ഇവരൊക്കെ ഇടുന്നത്. അതിനൊക്കെ കുറെ പരിപാടി ഉണ്ട്, അതിലേക്ക് എത്തിക്കാനുള്ള കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പോ ഒരു കൈൻഡ് ഓഫ് അങ്ങനെ നമ്മൾ അതിലേക്ക് എത്തിക്കുന്നതാണ്. എന്നോട് ചോദിച്ചിട്ടുണ്ട്. അവർക്ക് ഹാർംഫുൾ അല്ലാത്ത കാര്യമാണെങ്കിൽ ഞാൻ ചെയ്യും. അവരുടെ മെന്റൽ ഹെൽത്തിനെ അഫക്ട് ചെയ്യാത്ത കാര്യമാണെങ്കിൽ ചെയ്യാം. ഡിപ്പെൻസ്, പെർട്ടിക്കുലർ ആളിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇല്ല ബ്രോ, ഞാൻ ഇത്രയും നേരം ഞാൻ അതിനെ എഗേൻസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ട് ഇപ്പൊ ഞാൻ പെർഫോമൻസ് സ്ട്രിക്ട്ലി നമ്മളെ ഷോയിലേക്ക് മാത്രമായിട്ട് നമ്മൾ സ്ട്രിക്റ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. അതെനിക്ക് മനസ്സിലായി ബ്രോ. നിങ്ങളിപ്പോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, റീസെന്റ് ആയിട്ട് നമ്മുടെ ഇന്റർവ്യൂസിൽ ഒന്നിലും നമ്മളിപ്പോ പെർഫോമൻസ് ഒന്നും ചെയ്യുന്നില്ല. സ്ട്രിക്ട്ലി നമ്മൾ തീരുമാനിച്ചതാണ്, അതായത് ഈ ഷോയിൽ മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ട് ചെയ്യാന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് സോറി. അതേപോലെ ഈ പറഞ്ഞാല് എല്ലാ മനുഷ്യർക്കും ഈ പറഞ്ഞാല് ബാഡ് മെമ്മറീസ് ഉണ്ടാവും, ഗുഡ് മെമ്മറീസ് ഉണ്ടാവും. അപ്പം ഈ മെന്റലിസത്തിലൂടെ ഇപ്പൊ കുറച്ച് നേരത്തേനെങ്കിലും അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ട് അങ്ങനെ നമുക്കിപ്പോൾ ട്രോമയുള്ള ഒരു ഇവന്റോ അല്ലെങ്കിൽ ഒരു ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്ത എന്തെങ്കിലും കാര്യം മറക്കണം എന്ന് ആഗ്രഹിച്ച ഒരാളെ അപ്രോച്ച് ചെയ്യുവാണെങ്കിൽ പോസിബിൾ ആണോ? സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് സജസ്റ്റ് ചെയ്യും, കൺസൾട്ടേഷന് വിടും. ഇച്ചിരി സിവിയർ ആയിട്ടുള്ള കേസ് ആണെന്നുണ്ടെങ്കിൽ സൈക്കാട്രി വിങ്ങിലേക്ക് പോകേണ്ട കേസ് ആണെങ്കിൽ അങ്ങനെ ചെയ്യും. എനിക്കൊരു സൈക്കോളജി ടീം ഉണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ അവർ കൺസൾട്ടേഷൻസ് ഒക്കെ അവരുടേതായിട്ടുള്ള രീതിയിൽ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന രീതിയിൽ അവർ തന്നെയാണ് അത് സ്പ്ലിറ്റ് ചെയ്ത് വിടുക. ഡയറക്ഷൻ എനിക്ക് പണ്ട് മുതലേ ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു. ഈ ഷോ ഞാനാണ് ഡയറക്ട് ചെയ്തത്. അപ്പം ഇനിഷ്യലി എനിക്ക് ബിഹൈൻഡ് ദ ക്യാമറ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇതിന്റെ ആൾക്കാരെ നമ്മുടെ മനസ്സിലൊരു ഒരു എലമെന്റ് ഉണ്ട്, അത് പോർട്രേ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് കേട്ട സത്യമാണ്, അതുണ്ടാവും. അത് ഇതുപോലെ ഒരു അവസരത്തിൽ നമുക്ക് എല്ലാം ഡിസ്കസ് ചെയ്യാൻ ഡിസ്കഷൻസ് നടക്കുകയാണ്. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ വർഷം എനിക്കിപ്പം ഈ കേരളത്തിലെ ഈ ഓഗസ്റ്റ് 2 കൊച്ചി ഷോയും സെപ്റ്റംബർ 4 കാലിക്കറ്റ് ഷോ, ഇതിന്റെ ഇൻഡിവിജ്വലിന് ഇതിന് ശേഷവും അബ്രോഡ് ഷോസ് ഉണ്ട്. ഓഗസ്റ്റിൽ UAE-യും ഖത്തറും ഉണ്ട്. അത് കഴിഞ്ഞാൽ സെപ്റ്റംബറിൽ UK അയർലൻഡ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഓൾമോസ്റ്റ് നമ്പർ വരെ പാക്ട് ആണ്. അപ്പോ ഇത് കഴിഞ്ഞിട്ടേ നമുക്ക് അതിന്റെ സീരിയസ് ആയിട്ട് നമുക്ക് അതിന്റെ സിനിമയുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. പ്രീ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാനായാലും എല്ലാം അതിന് ശേഷമേ പറ്റുള്ളൂ. സംസാരിക്കുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് കുറെ കാര്യങ്ങൾ ഒരുമിച്ച് വരണമല്ലോ. അപ്പം
മെയിൻ ലീഡ് ചെയ്യുന്ന ആളിന് ഈ ഒരു എന്റെ മനസ്സിലൊരു സാധനമുണ്ട്. ആ എലമെന്റ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നത് പോലെ തന്നെ എനിക്ക് ഞാൻ പോർട്രേ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പോലെ അദ്ദേഹത്തിന് അത് പറ്റുന്ന ഒരാളാണ്. ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടു. അപ്പൊ അതെല്ലാം മലയാളത്തിലെ സ്റ്റാർ ആണ് എന്തായാലും. അതെന്താ പിന്നെ പറയാം. ഈ പറഞ്ഞ പോലെ ഈ സിനിമ പ്രവർത്തകരെ, അതായത് ഇപ്പൊ സംവിധായകരോ റൈറ്റേഴ്സോ ആരെങ്കിലും ഇപ്പൊ ഇതുപോലുള്ള മെന്റലിസോ ആയിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും മേഖലകളിൽ താങ്കളുടെ ഒരു സജഷൻ ഒക്കെ ചോദിക്കാൻ ഫ്രണ്ട്സ് ഉണ്ട് ബ്രോ, ഒരുപാട് പേര് വിളിക്കാറുണ്ട്. പിന്നെ ഇപ്പൊ ഷോയുടെ തിരക്കായിട്ട് അങ്ങനെ ഒരുപാട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നാലും ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്യുന്നവരൊക്കെ ഒരുപാട് ഇപ്പൊ റീസെന്റ് ആയിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഈ ടോപ്പിക് വെച്ച് ചെയ്യുന്ന ആൾക്കാരൊക്കെ പറ്റുന്ന പോലെയൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഓഗസ്റ്റ് 2-നാണ് ഷോ എന്ന് പറയുന്നത്. എങ്ങനെയാണ് അതിന്റെ എൻട്രി കാര്യങ്ങളൊക്കെ? ഓഗസ്റ്റ് 2-ന് ജെജി പാക്കിലെ ഷോയ്ക്ക് ബുക്ക് മൈ ഷോയിലാണ്. ഇന്നിപ്പം ജൂലൈ 31. ഇനി എനിക്ക് തോന്നുന്നു നാളെ മറ്റന്നാൾ രാവിലെ ഇവിടെ ബുക്ക് മൈ ഷോ ടിക്കറ്റ്സ് ക്ലോസ് ചെയ്യും. ഇപ്പൊ ഓൾമോസ്റ്റ് സോൾഡ് ഔട്ട് ആണ്. എനിക്ക് തോന്നുന്നു ഇനിയൊരു 100-ന് താഴെ എന്ത് സീറ്റ്സ് എന്ത് അവൈലബിൾ ആയിട്ടുള്ളൂ തോന്നുന്നു, അറിയില്ല. അപ്പം ബുക്ക് മൈ ഷോയിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം ടിക്കറ്റ്. ലിമിറ്റഡ് സീറ്റ്സ് ആണ് അവിടെ ജെജി പാക്കിന്റെ കപ്പാസിറ്റി എനിക്ക് തോന്നുന്നു 600 സംതിങ് ആണെന്ന് തോന്നുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ 2 ഷോസ് വെച്ചത് ഒരു ദിവസം. ഞങ്ങൾക്ക് അത് റിസ്ക് ആണ്, കാര്യം ഇത്രയും വലിയ പ്രൊഡക്ഷൻ ആയതുകൊണ്ട് രണ്ടാമത്തെ ഒരു ഷോ സെറ്റ് ചെയ്യാന്നുള്ളത് ഭയങ്കര പാടായിരുന്നു. പിന്നെ കൊച്ചി ആയതുകൊണ്ടാണെന്ന് അറിയില്ല, ഭയങ്കര രീതിയിലുള്ള എൻക്വയറീസ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഷോ ഓൾമോസ്റ്റ് ഒരു കൈൻഡ് ഓഫ് റെക്കോർഡ് ബുക്കിംഗ് ആയിരുന്നു. അപ്പോഴത്തേക്കും വിചാരിച്ച ഒരു ഷോ കൂടെ ചെയ്യാം, അങ്ങനെ ചെയ്യുന്നത്. എങ്ങനെയാണ് ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ? മൈസൂർ മാത്രമാണ് മാനേജറാണ്. ഇപ്പൊ അനന്തുവിന്റെ കൂടെ ഫുൾ ടൈം ഉള്ള ആളാണല്ലോ. അപ്പൊ അനന്തുവിന്റെ ചാൻസ് കാണുമ്പോൾ ഇതൊന്ന് പഠിച്ചെടുത്താൽ കൊള്ളാം എന്ന് വിചാരിക്കുന്നതിലുണ്ടോ? അങ്ങനെ തോന്നിയിട്ടില്ല. നമ്മൾ ഫസ്റ്റ് ഒക്കെ ആദ്യ സമയത്തൊക്കെ അനന്തുവിന്റെ കൂടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ് കോളേജിൽ. അപ്പോൾ അതിനുശേഷം തൊട്ടാണ് അനന്തുവിന്റെ ഷോസൊക്കെ അങ്ങനെ ഷോസിലേക്ക് ഒരു ഭാഗമാകാൻ അസസ്റ്റ് ചെയ്യാനും കാര്യങ്ങൾ തുടങ്ങിയത്. ആദ്യമൊക്കെ നമുക്ക് ഫസ്റ്റ് ഭയങ്കര ഒരു നമുക്ക് ഇൻട്രസ്റ്റിങ്ങും അത്രയും ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷെ എന്നാലും നമുക്കത് എനിക്ക് തോന്നിയിട്ടുണ്ട്, നമുക്ക് അനന്ത് പറയും പോലെ അനന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ആർക്കും ചെയ്യാം. പക്ഷെ അതിന്റെ പ്രാക്ടീസും അത്രയും വർഷത്തെ ഒരു പക്ഷെ ഞാനിത് പഠിച്ചാലും അനന്ത് ചെയ്യുമ്പോൾ ഒരു പെർഫോം ചെയ്യാൻ പറ്റത്തില്ല. കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് കാര്യമില്ല, സ്റ്റേജിൽ അവതരിപ്പിക്കണമല്ലോ, അതൊരു പെർഫോമൻസേ പറ്റും. അത് പറ്റുന്നില്ല. അത് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് പഠിച്ചിട്ട് കാര്യമില്ല. കാരണം ഇത് എത്തേണ്ട ആൾക്കാരുടെ കയ്യിൽ എത്തിയിട്ടേ കാര്യമുള്ളൂ. അനന്ത് അതില് മാസ്റ്ററാണ്. അനന്ത് അതേപോലെ ഇപ്പം ഒരു മാജിക്കിന്റെ സീക്രട്ട് എന്ന് പറയുന്നത് അത് പ്രേക്ഷകൻ അത് അങ്ങനെ അത് ചെയ്തു എന്ന് അറിയാതിരിക്കുന്നതിലാണ് അതിന്റെ വിജയിരിക്കുന്നത്. ഇപ്പം മെന്റലിസം എന്ന് പറയുന്നത് ഇപ്പം സെലക്റ്റീവ് ആയിട്ടുള്ള അതായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ ചെയ്യുമ്പോൾ കാണുന്ന പ്രേക്ഷകൻ അത് എൻജോയ് ചെയ്യാൻ പറ്റും. അതെങ്ങനെ ചെയ്യുന്നു എന്ന് കാണുന്ന പ്രേക്ഷകൻ റിയലൈസ് ചെയ്യുമ്പോൾ അതിനുള്ള മൂല്യം കുറയുകയാണ് ചെയ്യുന്നത്. ആക്ച്വലി ഇത് എല്ലാവർക്കും അവൈലബിൾ ആകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതെന്താ പറയുക, അതിനൊരു പ്രാധാന്യം ഉണ്ടല്ലോ. പക്ഷെ അത് കുറയുമല്ലേ ചെയ്യുന്നത് ആക്ച്വലി. ആർട്ട് ജനകീയമാകുന്നൊരു സന്തോഷമേ ഉള്ളൂ. പക്ഷെ എപ്പോഴും ഡിസേർവിംഗ് ആയിട്ടുള്ള ആൾക്കാരിലേക്ക് മാത്രം എത്തണം എന്നുള്ളത് മാത്രം ശ്രദ്ധിക്കണം. 2, എനിക്ക് ആക്ച്വലി ഇതിന് പിന്നിലുള്ള രഹസ്യങ്ങളെക്കാളും ഞാൻ വാല്യൂ ചെയ്യുന്നത് ഇതിന്റെ പെർഫോമൻസിലാണ്. ആസ് എ പെർഫോമർ നമ്മൾ സ്റ്റേജിൽ ഒരുപാട് കാര്യങ്ങൾ പുതിയതായിട്ട് ആ മൊമെന്റിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ആ ഒരു മാജിക് അവിടെ സംഭവിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ ആ മൊമെന്റ് വരെയും പ്ലാൻ ചെയ്ത കാര്യങ്ങളായിരിക്കില്ല. ഇപ്പോൾ പെട്ടെന്ന് ഒരാൾ, ഞാനിപ്പോൾ നേരത്തെ നിങ്ങളോടൊക്കെ നിങ്ങളുടെ ഇമോഷൻസ് എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റുമല്ലോ. ഇതൊക്കെ ആ മൊമെന്റിൽ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്, ബോഡി ലാംഗ്വേജിന്റെ സാധ്യതകളെല്ലാം. അപ്പോൾ ആ സമയത്ത് ഉണ്ടാവുന്ന കാര്യങ്ങൾ കൊണ്ട് സ്പോട്ട് ഇംപ്രവൈസേഷൻ സംഭവിക്കാറുണ്ട്. പ്രസൻസ് ഓഫ് മൈൻഡിന്റെ ഒരു പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഈ രഹസ്യം അതിലൊന്നുമല്ല, ഷോമാൻഷിപ്പിലാണ്. എങ്ങനെ ഏറ്റവും കൂടുതൽ ഇതിന്റെ മാജിക്കും അല്ലെങ്കിൽ ഇതിന്റെ മെന്റലിസം ഒന്നും ഇല്ലെങ്കിൽ തന്നെ വെറുതെ കുറച്ചു നേരം അവരോട് സംസാരിച്ചിരിക്കുമ്പോൾ തന്നെ അതൊരു സോൾ എങ്ങനെ കൊടുക്കാം, ഇതിലാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ശരിക്കും അതൊരു റിസ്ക് കൂടിയല്ലേ. ഇപ്പോൾ വിളിക്കുന്ന ആളെ മൈൻഡ് സ്റ്റേജ് എങ്ങനെയാണെന്ന് നമുക്ക് ഒരു റാൻഡം ആയിട്ടായിരിക്കുമല്ലോ ഒരാളെ വിളിക്കുകയും ചെയ്യും. അയാളുടെ മൈൻഡ് സ്റ്റേജ് എങ്ങനെയാണെന്ന് ആ സമയത്ത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എപ്പോഴും ഒരു ബാക്കപ്പ് പ്ലാൻ കരുതി വെക്കാറുണ്ടോ? ഉറപ്പായിട്ടും അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് സ്റ്റേജില്. പക്ഷേ വളരെ ഫ്രണ്ട്ലി ആയിട്ട് തന്നെ നമ്മൾ അതിനെ അത്രയും റെസ്പെക്ടോടെ തന്നെ അതിനെ ഡീൽ ചെയ്യാന്നുള്ളതാണ്. അവരോട് വെറുതെ നമ്മൾ തട്ടി ചൂടായിട്ടൊന്നും കാര്യമില്ല. അവരെ കംഫർട്ട് ആക്കുക എന്നുള്ളതാണ്. അവര് ഓക്കെ അല്ലാഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ നമ്മളോട് ദേഷ്യപ്പെടുന്നത്. അപ്പൊ ആ മൊമെന്റിൽ അവരെ കംഫർട്ട് ചെയ്യാനുള്ള ഒരു മനഃശാസ്ത്രം എനിക്കറിയാം. കേരളത്തിലെ വേറെ മെന്റലിസം ഷോകളും മെന്റലിസ്റ്റുമാരുണ്ട്. അപ്പൊ അവരുമായിട്ടുള്ള സൗഹൃദമൊക്കെ എങ്ങനെയാണ്? വളരെ നല്ല രീതിയിലുള്ള സൗഹൃദമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിയുമെന്ന് അറിയില്ല, ടെവൻ ബ്രൗൺ എന്ന് പറയുന്ന ഒരാൾ പുറത്തുള്ളതാണ്. അദ്ദേഹത്തിന് എനിക്ക് ഭയങ്കര ഒരു റെസ്പെക്ട് ആയിരുന്നു. അപ്പം അദ്ദേഹത്തിന്റെ ഷോ റീസെന്റ് ആയിട്ട് നമ്മൾ പുറത്ത് കാണാൻ പോയി, ലണ്ടനിൽ വെച്ചിട്ടായിരുന്നു. ലണ്ടനിൽ അദ്ദേഹത്തിന്റെ ഷോ കാണാൻ പോയ സമയത്തും ഇതുപോലെ എൻ്റെ കൂടെ നമ്മുടെ നാട്ടിൽ നിന്നുള്ള എൻ്റെ ഒരു അടുത്തൊരു സുഹൃത്ത് ഉണ്ടായിരുന്നു, പെർഫോമറാണ്. അപ്പൊ അങ്ങനെ
സ്റ്റിൽ ഞാനിപ്പോഴും എതിർക്കുന്നത് ഇതിനെ മിസ്യൂസ് ചെയ്യുന്ന ആൾക്കാരെ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് എല്ലാവരും ഒരു ഫ്രണ്ട്ലി ഒരു കൈൻഡ് ഓഫ് കൾച്ചറാണുള്ളത്. എന്നാലും അവരുടെ ഷോ കാണുമ്പോൾ എങ്ങനെ ചെയ്യുന്നു എന്നൊരു തോന്നല്, അല്ലെങ്കിൽ ആനന്ദിന് അറിയാത്ത ഒരു സീക്രട്ട് അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? അത് പെട്ടെന്ന് മനസ്സിലാവും അവര് ചെയ്യുന്നതും. ഇതൊരു കോമൺ ആയിട്ടുള്ള കാര്യമില്ല. അത് നമുക്ക് അങ്ങനെ, എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇതൊക്കെ പഠിച്ചത് അബദ്ധമായി തോന്നുന്നത് എപ്പോഴാണെന്നറിയോ? ഇത് കാണുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും ഇത് ഇങ്ങനെയാണ് ചെയ്തത്. അപ്പം അത് അറിയാതിരിക്കുന്നതാണ് അതിന്റെ ഭംഗി. എനിക്കത് സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് അറിയാൻ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഇതാണ്, എനിക്കറിയാത്ത ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ഉണ്ടാവണേ എന്നാണ്. അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ ഉണ്ടാവാറില്ല. അപ്പം അത് നമ്മളെ ആസ് ഒരു ഓഡിയൻസ് എന്നുള്ള രീതിയിൽ, ഒരു ആസ്വാദകൻ എന്നുള്ള രീതിയിൽ നമ്മളെ ഡിസപ്പോയിന്റ് ചെയ്യുന്ന ഫാക്ടറാണ് ആക്ച്വലി. പുതുതായിട്ട് എന്തെങ്കിലും ഇൻവെൻഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അതായത് പുതിയ എന്തെങ്കിലും ചെയ്യുന്നുണ്ട്. ക്രിയേറ്റീവ് ആയിട്ട് നമ്മുടെ സീക്വൽ ആയിട്ടുള്ള തന്നെ നമ്മുടേതായിട്ടുള്ള അത് ഈ എഫക്റ്റ് വൈസ്, അതായത് ആ ഒരു പെർട്ടിക്കുലർ ആക്ടിലായിരിക്കില്ല, അതിൻ്റെ അകത്ത് ആ ഒരു ജീവൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞങ്ങളുടേതായിട്ടുള്ള ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ആഡ് ചെയ്യുന്നു. ഇപ്പോൾ ഷോയ്ക്ക് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ടല്ലോ, അപ്പോൾ എപ്പോഴെങ്കിലും ഈ ഏറ്റവും കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ചിട്ടുള്ള ഷോ, അല്ലെങ്കിൽ ഒരു തുടർച്ചയായിട്ട് ഇത്ര മണിക്കൂറുകൾ ചെയ്തൊരു ഷോ, അങ്ങനെ എന്തെങ്കിലും ഒരു വേൾഡ് റെക്കോർഡോ അങ്ങനെ എന്തെങ്കിലും മനസ്സിലുണ്ടോ? അങ്ങനെ ചെയ്യണമെന്ന് ഭാവിയിൽ എപ്പോഴെങ്കിലും? അങ്ങനെയൊന്നുമില്ല. ഇപ്പോഴത്തെ ഇന്റൻഷൻ ആക്ച്വലി ഒരാൾ പോലും ഷോ കണ്ടിട്ട് ഒരുപാട് മൊമെന്റ്സും ഈ പറഞ്ഞ മൊമെന്റ്സ് ഒന്നും കിട്ടാതെ പോകരുത്. ഇത്രേ ഉള്ളൂ. എന്തായാലും നമുക്ക് ഷോ ഇഷ്ടപ്പെടും എന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷെ എനിക്കത് മാത്രം പോരാ. പുറത്തുനിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും അവർക്ക് സംതിങ് സ്പെഷ്യൽ ഉണ്ടാവും. അത് മാത്രമേ ഞാൻ ഇപ്പൊ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. ഈ പ്രേതം സിനിമയിൽ ജയസൂര്യ പോലീസ് ഓഫീസറെ സഹായിക്കുന്നതൊക്കെ കാണാറുണ്ട്. അപ്പൊ അത് 1ലും 2ലും അങ്ങനെ തന്നെയാണ്. അപ്പോ അനന്തുവിന്റെ സുഹൃത്തോ അല്ലെങ്കിൽ അനന്തു ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്? അതായത് അങ്ങനത്തെ ഒരു സംഭവം വന്നിട്ടുണ്ടോ? എന്ന് രാവിലെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു, ഈ രഹസ്യം എന്നോടൊപ്പം അപ്പൊ ഉണ്ട്. ഒരു കാര്യം പറയാം, മെന്റലിസ്റ്റ് ആണ് എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും പോലീസുകാരൊന്നും സഹായിക്കാൻ പറ്റില്ല. അതൊരു ഫേക്ക് ഇൻഫർമേഷൻ ആണ്. മെന്റലിസ്റ്റിന് അങ്ങനെ ചെയ്യാനുള്ള ഇതൊന്നുമില്ല. ബിയോണ്ട് ദ സബ്ജക്ട്, ബോഡി ലാംഗ്വേജ് ആയാലും ബിഹേവിയർ പ്രൊഫൈലിംഗ്, ഒരുപാട് ടെക്നിക്കൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഞാൻ ടെക്നിക്കൽ മാക്സിമം ലിമിറ്റ് ചെയ്ത് പറയുന്നത്. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഇതിന്റെ സാധ്യതകൾ വെച്ചിട്ട് നമുക്ക് ഒരു പരിധി വരെയൊക്കെ ഇൻട്രോവേഷൻ ടൈമിൽ അസംഷൻസ് കൊടുക്കാൻ പറ്റും. പക്ഷെ എന്ന് വെച്ച് അത് 100% ശരിയാണോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇപ്പോ നുണപരിശോധന പോലും അങ്ങനെ ഇപ്പോ തെളിവായിട്ട് അങ്ങനെ എടുക്കുന്നില്ല, കോടതിയിൽ അങ്ങനെ എടുക്കാറില്ലല്ലോ. അപ്പോ അസ്യൂം ചെയ്ത് ഒരു ഇത് കൊടുക്കാം. അതും ഞാൻ പിന്നെയും പറയുന്നു, മെന്റലിസ്റ്റ് അനന്തു എന്നുള്ള രീതിയിൽ നിങ്ങൾ കാണരുത്. എനിക്ക് മെന്റലിസത്തിനേക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്ന വേറെ കുറെ സബ്ജക്റ്റുകളുണ്ട്. അപ്പോൾ അതിന്റെ ബേസിസിൽ വേണമെങ്കിൽ ചെയ്യാം. കമന്റ് ബോക്സിലൊക്കെ മിക്കപ്പോഴും ആളുകൾ ചോദിക്കുന്നത് എന്നാൽ പിന്നെ ഉമ്മർക്ക് പോലീസ് ചേർന്നാൽ പോലെ, അങ്ങനെയൊക്കെ കേസ് സിമ്പിളായിട്ട് ഇതാകാൻ ഒരിക്കലും പറ്റില്ല ബ്രോ. അതാ ഞാൻ പറഞ്ഞത്, മെന്റലിസം എന്ന് പറയുന്നത് ഒരു ആർട്ട് ഫോമാണ്. അതിന്റെ ഈ തിയേറ്റർ ആയിട്ട് ഇങ്ങനെ പെർഫോമൻസ് ചെയ്യുന്നത്, ഇതാണ് അതിന്റെ ഒരു പരിപാടി. അത്രേ ഉള്ളൂ. അപ്പം അതൊരു മിസ്ബിലീഫാണ്. അപ്പോൾ എന്തായാലും ആഗസ്റ്റ് 2 വലിയൊരു വിജയം ആവട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. ഇതുപോലെ ഒരുപാട് ഷോ നമ്മുടെ കേരളത്തിൽ എല്ലായിടത്തും എത്തിക്കാൻ പറ്റട്ടെ. വലിയൊരു ഹിസ്റ്ററി തന്നെ മാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇവന്റായി മാറ്റം ഞങ്ങൾ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.